എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് മനുഷ്യർക്ക് അറിഞ്ഞുകൂടെ. ഇന്ന് തന്നെ നമ്മൾ ലോകത്തിരിക്കുമ്പോൾ ഇന്ന് സമഭൂമിയിൽ അധികമായി വെള്ളം വരാത്തിടത്ത് സാരമില്ല. അല്ലാതെ മലപ്രദേശങ്ങളിൽ മലചരിവുകളിലും താമസിക്കുന്നവർ, കടലോരങ്ങളിൽ താമസിക്കുന്നവർ എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത്, കടൽ എപ്പോൾ ഇളകി വരും എന്നവർക്ക് അറിയാൻ പാടില്ല. അതേപോലെ തന്നെ ഉരുൾപൊട്ടൽ എന്നുള്ള സംഭവം എപ്പോൾ നടക്കുമെന്ന് അറിയാൻ പാടില്ല. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജനം എന്ത് നടക്കും, നാം ഇരിക്കുന്നിടത്ത് നമുക്കടുത്ത് എന്ത് സംഭവിക്കുമെന്ന് നിർജീവന്മാരായി ജീവിക്കുന്നവർ ഇന്നുമുണ്ട്. പ്രിയ ദൈവ പൈതലേ, അപ്പോൾ ഇന്ന് ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങൾ ആ 21-ാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ മനസ്സിലാവും. യേശുക്രിസ്തു പറയുന്ന ഏകദേശം ഒക്കെ കാര്യങ്ങൾ ഇപ്പം നടന്നു കഴിഞ്ഞു, നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആയതുകൊണ്ട് നമുക്കൊന്ന് മാത്രം മനസ്സിലാക്കാം, യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ആയതുകൊണ്ട് നാം നമ്മെ തന്നെ ശുദ്ധീകരിപ്പാനും ദൈവത്തിലേക്ക് കുറച്ചുകൂടെ അടുപ്പാനും ദൈവസന്നിധിയിൽ വചനത്തിൽ തന്നെ നിലനിന്ന് ജീവിപ്പാനും ദൈവം